വെള്ളാരപ്പൂ മലമേലെ പൊൻകിണ്ണം നീട്ടി നീട്ടി ആകാശപ്പൂ മൂടി. തൊട്ടതെല്ലാം പൊന്നാക്കിയ ഒരാളാണ് ഇന്ന് ഓണനാളിൽ നമുക്കൊപ്പമുള്ള അതിഥി എന്ന് പറയുന്നത്. മറ്റാരുമല്ല, നമ്മൾ എപ്പോഴും പാടിക്കൊണ്ടിരിക്കുന്ന ഒരു പിടി പാട്ടുകൾ നമുക്ക് സമ്മാനിച്ച കൈതപ്രം ദാമോദരൻ നമ്പൂരി. സ്വാഗതം മീഡിയവണിലേക്ക്. ഓണത്തിലെ പാട്ടിലേക്കൊക്കെ നമുക്ക് വരുന്നതിന് മുൻപ് തന്നെ ഇപ്പോൾ ഹിറ്റായിക്കൊണ്ടിരിക്കുന്ന ഒരു പാട്ടിൽ നിന്ന് നമുക്ക് തുടങ്ങാം. മിന്നൽ വളയിൽ. എങ്ങനെയാണ് ഈ മിന്നൽ വള? എല്ലാവരും ഇപ്പോൾ ചോദിക്കുന്നുണ്ട് മിന്നൽ വള എന്ന് പറഞ്ഞാൽ എങ്ങനെയാ കയ്യിൽ അണിയാന്നൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലേ? അതൊക്കെ ഒരു ഫാൻറ്റസിയാണല്ലോ. പിന്നെ ഈ പഴയൊരു കഥയിൽ, അതായത് ഈ രഘുവംശത്തിൽ കാളിദാസൻ്റെ ഒരു പ്രയോഗമുണ്ട്. ഈ ഇങ്ങനെ മിന്നൽ വള കയ്യിലിട്ട സീത എന്നൊരു ഇതുണ്ട്, അങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അത് ഞാനിവിടെ ഉപയോഗിച്ചു മാത്രമേ ഉള്ളൂ. പിന്നെ ഒന്ന് കാളിദാസനെയും രഘുവംശമൊക്കെ പുതിയ കുട്ടികൾ കേൾക്കട്ടെ, അവരൊന്നും അറിയുന്നില്ല. ഇങ്ങനെയൊക്കെ പഴയ സംഭവങ്ങളുണ്ട്, അതിനകത്തൊക്കെ സാഹിത്യത്തിൻ്റെ സംഭവമുണ്ട്, പുതിയ കുട്ടികളെ അറിയേണ്ട വെച്ചു. പക്ഷെ അത് കയറി ഏറ്റു. ഈ പാട്ടിലേക്ക് വരുന്നത് എങ്ങനെയാണ്? കുറേ കാലം കുറച്ച് ഇടവേളയൊക്കെ എടുത്തതിന് ശേഷമാണല്ലോ വീണ്ടും നമ്മളൊരു വലിയ ഹിറ്റിലേക്ക്. അല്ല, ഞാൻ എപ്പോഴും സ്വയം നവീകരിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. എപ്പോഴും എല്ലാ കാര്യത്തിനും എപ്പോഴും ഇപ്പോഴും എഴുതാനും റെഡിയാണ്, സംസാരിക്കാൻ റെഡിയാണ്. എനിക്കൊന്നിനും എഴുതാൻ ഒന്നിനും എനിക്ക് പ്രശ്നമില്ല. ഞാൻ എപ്പോഴും റെഡിയാണ്. ഞാൻ മുമ്പേ അങ്ങനെ ചെയ്തു കൊണ്ടൊരു കാര്യമൊന്നുമില്ല. നമ്മൾ ഏറ്റവും നവീകരണമായ ഏറ്റവും പുതിയ കാലത്തെ കൂടി ജീവിക്കാൻ തയ്യാറാവണം. അത് ഓണത്തിനുണ്ടല്ലോ. പുതിയ കാലത്തെ ഓണം, പഴയ കാലത്തെ ഓണമുണ്ട്, ശരിയാണ്. പക്ഷേ കാലം എന്ന് പറയുന്നതിന് മാത്രം ഒരു മാറ്റമില്ല. അതിനിടയിൽ ജീവിക്കുന്ന നമുക്കാണ് മാറ്റം. ഓണം എന്ന് പറയുന്നതും അങ്ങനെ തന്നെയാണല്ലോ, നന്മയുടെ ഒരു സന്ദേശം കൈമാറുന്നത്. പൂനുള്ളി കുമ്പാളക്കുമ്പിൾ നിറഞ്ഞു, ആലകളിൽ പാലമൃതാലകിടു ചുരന്നു, മാമ്പൂമണവും കുളിരും മാടി വിളിക്കേ, കുറുമൊഴിയുടെ കവിളിതളിൽ കുങ്കുമമേറ്റു. ഇങ്ങനെ നല്ല നല്ല കാര്യം ഓണത്തെപ്പറ്റി പറയുമ്പോൾ ഞാൻ ആരും പറയാത്ത കാര്യങ്ങളാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. പൂനുള്ളി കുമ്പാളക്കുമ്പിൾ നിറഞ്ഞു. കുട്ടികളുടെ കുമ്പാള എന്ന് പറയുന്നത് ഇപ്പം മനസ്സിലാവുന്നില്ല ആൾക്കാർക്ക്. കവുങ്ങിൻ്റെ പാളയാണ് അതുകൊണ്ടുണ്ടാക്കുന്നത്. അതെ, അതിൽ ആണ് പൂ നിറയ്ക്കുക. അപ്പൊ അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ പോലേനെ കൊണ്ട് ഉണ്ടാക്കുന്ന പൂക്കൂട പോലെ മുൻപുണ്ടായിരുന്നത് പഴയതാണ്. അതെ, അതിലായിരുന്നു കുട്ടികൾ പൂ പറിക്കാൻ. അതാണ് ആ പാട്ടിന്റെ ഒരു വരുന്നത് അല്ലേ? പിന്നെ അതേപോലെ പിന്നെ ആലകളും പാലാമൃതമൊന്നും ഇന്നിപ്പം എല്ലാം മിൽമയുടെ കവറേ ഉള്ളൂ അല്ലേ? പശുക്കളൊന്നുമില്ല, വീടുകളിലൊന്നുമില്ല, അതിന് മേയ്ക്കണ സ്ഥലമില്ല. അങ്ങനെ കാലഘട്ടത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുകയല്ലേ നമ്മൾ എല്ലാം. ഇപ്പോൾ ഓണസദ്യ എന്ന് പറഞ്ഞാൽ ഇപ്പം ഒരു ബട്ടൺ അമർത്തിയിട്ട് ഫോൺ ചെയ്താൽ മതി, അവിടെ എത്തും. നമുക്കൊരു ഓണസദ്യ വേണം, ഇന്ന വിഭവങ്ങൾ വേണം എന്ന് പറഞ്ഞാൽ അപ്പോൾ എത്തും. പണ്ട് ഇതിനൊക്കെ നമ്മൾ 4 ദിവസം മുമ്പ് തുടങ്ങും അതിൻ്റെ ശ്രമം. കഷ്ണം നുറുക്കലും ഇതൊക്കെ നമുക്ക് എല്ലാവരുടെയും ഒരു കൂട്ടായ്മയാണ്, അമ്മമാരുടെ മാത്രമല്ല, നമ്മളെല്ലാവരും കൂടും. അങ്ങനെയൊക്കെയുള്ള കാലഘട്ടം മാറുന്നു. പക്ഷേ അതൊന്നും നമുക്ക് നിർത്തിയില്ല. അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ വേണം. ശരിക്കും അതായിരിക്കില്ലേ നമ്മൾ പഴയ ഓണക്കാലം പുതിയ ഓണക്കാലം എന്നൊക്കെ പറയുന്ന വ്യത്യാസം. ആ വ്യത്യാസമേ ഉള്ളൂ. സാഹിത്യത്തിൽ നമ്മൾ മാക്സിമം നവീകരണം നമുക്ക് സ്വയം ഉണ്ടാക്കണം, നന്മയിലേക്കുള്ള വഴിയാണ്. ശരിക്കും പൂവിളി ഇന്നിപ്പോൾ നമുക്ക് പൂവിളി കേൾക്കാനില്ല. ഇല്ല. പണ്ടൊക്കെ ഒരുപാട് പൂപ്പാട്ടുകൾ ഉണ്ടായിരുന്നു അല്ലേ? പണ്ടൊക്കെ പൂപ്പറിക്കാൻ പോകുമ്പോൾ പൂപ്പാട്ടൊക്കെ പാടി. പിന്നെ ഞങ്ങൾ കുട്ടികളും പെൺകുട്ടികളും അങ്ങോട്ടുള്ള എല്ലാം ചേർന്നാണ്. അത് ആ പാട്ട് ഓർമ്മയുണ്ട്, എഴുതിയതല്ല ഞാൻ ചോദിച്ചത്. അല്ലാതെ നമ്മൾ അന്ന് പോയി പറിക്കാൻ ഉപയോഗിച്ച് പാട്ടുകളൊക്കെ. മാവേലി നാടുവാണികളും കാലം പോലും നമ്മൾ ഇങ്ങനെ ഉരുവിട്ടുകൊണ്ടിരിക്കുകയല്ലേ. മനുഷ്യരെല്ലാവരും ഒന്നുപോലെ, അതൊക്കെ ആലോചിക്കുമ്പോൾ തന്നെ രസമല്ലേ? അങ്ങനെയുള്ള രസമുള്ള അതാണ് ഓണം. വെള്ളാരപ്പൂ മലമേലെ പൊൻകിണ്ണം നീട്ടി നീട്ടി ആകാശപ്പൂ മൂടി ചൂടി മുകിലാരപ്പട്ട് ചുറ്റി ഓണത്താറാടി വരുന്നേ ഓണത്താറാടി വരുന്നേ. അത് ഞങ്ങളുടെ നാട്ടിൽ ഈ വടക്കൻ മലബാറിൽ ഈ ഓണത്താറ് കെട്ടിയാടി വരും. ചെറിയ അതിൻ്റെ ഒരു വേറൊരു രീതി അത്രയാണ്. ഇതിന് ഒരു തെയ്യത്തിൻ്റെ മൂടായിരിക്കും ഇതിനുണ്ടാവുക ഓണത്താറ്. ഞങ്ങൾ കർക്കിടക മാസത്തിൽ കർക്കിടകത്തിൽ ഒരു ആടിവേടൻ, ചിങ്ങമാസത്തിൽ ഓണത്താറ്, അങ്ങനെ ചെറിയ ചെറിയ കുട്ടി തെയ്യങ്ങളാണ്. അതൊക്കെ രസമാണ്. അവരിങ്ങനെ വന്ന് ദൂരെ നിന്ന്
പാട്ടൊക്കെ പാടി അങ്ങനെ അവർക്ക് വേണ്ടതൊക്കെ കൊടുക്കും. അവർ നമ്മളെ അനുഗ്രഹിച്ചിട്ട് പോകും. അങ്ങനെയാണ്. ആ ഓർമ്മയിലാണോ നമ്മൾ ഈ പാട്ട് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. കാരണം അതിന് നമ്മൾ കുറേ കൂടി വ്യാപ്തി കൊടുത്തു. പൊന്നിക്കെണ്ണം നീട്ടി നീട്ടി വരുന്ന സൂര്യനെ പോലെ ഇങ്ങനെ പാത്രമൊക്കെ നീട്ടി അങ്ങനെയുണ്ട്. കയ്യിലുണ്ടാവും. ഉണ്ടാവും, അവരുടെ കയ്യിലുണ്ടാവും. അതിനുവേണ്ടി ഈ നമ്മൾ പിടിയരിയൊക്കെ കൊടുക്കുമല്ലോ, ഒക്കെ വാങ്ങാനൊക്കെ ഉണ്ടാവും അവരുടെ. അങ്ങനെയൊക്കെ അങ്ങനെ സൂര്യനെ നമ്മൾ കണക്കാക്കിയതിൽ ആകാശപ്പൂമുടി ചൂടി വട്ടം മുടി ചൂടിയിട്ട് അത് ചെറിയ തെയ്യാണെങ്കിലും നമുക്ക് വലുതാണ്. വടക്കൻ കേരളത്തിലൊരു ഓണവും തെക്കൻ കേരളത്തിലെ ഓണം തമ്മിൽ വലിയ വ്യത്യാസം അതുണ്ടാവും, കുറച്ച് വ്യത്യാസം അതുണ്ടാവും. അതിപ്പം ഈ ഓണത്താറും ഇതൊന്നും തെക്കില്ല ഇല്ല. ശരിക്കും അവരുടെ മുന്നിലേക്കാണ് നമ്മൾ ഈ പാട്ട് വെക്കുന്നത്. അപ്പം അതിന്റെ ഒരു സംസ്കാരം അവർക്ക് അറിയാൻ വരട്ടെ, രണ്ടുപേരും അറിയണം, അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തു വാങ്ങണം. ഇപ്പോൾ ഈ തെക്കൻ കേരളത്തിലുള്ള പല ഫോക്ലോറിലുള്ള സംഭവങ്ങളും വടക്കില്ല. അത് അറിയണം, പരസ്പരം അറിയണം എന്നാണ് ഞാൻ പറയുന്നത്. അതിനുള്ള വേദി ഉണ്ടാവണം. എൻ്റെ സിനിമാ വേദി അതിനാവണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെയാണ് ഇത്. ഇപ്പം ഭക്ഷണമാണെങ്കിൽ ഓരോന്നും നമ്മുടെ വയറിനെ ശുദ്ധീകരിക്കുന്നതും പിന്നെ പോഷകാംശമുള്ളതായിട്ട് ആഹാരങ്ങളെല്ലാം, പച്ചക്കറികൾ മുഴുവൻ, എല്ലാ കറികളാണ്. ഓരോന്നും പരസ്പരം ബന്ധപ്പെട്ടതാണ്. ഈ പാട്ടെഴുത്തിലേക്ക് വരുന്ന സമയത്ത് നിരൂപകരൊക്കെ ഒരുപാട് വിമർശിക്കാറൊക്കെ ഉണ്ടല്ലോ, പാട്ടുകളൊക്കെ വിമർശിക്കും, നമ്മൾ എഴുതുന്നതിനൊക്കെ വിമർശിക്കും. നിരൂപകരെ നോക്കിയിട്ടല്ല നമ്മൾ എഴുതുന്നത്, നമ്മുടെ ജനങ്ങളെ നോക്കിയിട്ടാണ് ആസ്വാദകരെ. പിന്നെ നമ്മളൊരു യുക്തിയും നമ്മളൊരു ഭാഷയാണ് നമ്മൾ ചെയ്യുന്നത്, അല്ലാതെ നിരൂപകരുമായി വിട്ടിട്ടൊന്നും ചെയ്യാനൊന്നും പറ്റില്ല. ചില പാട്ടുകളിൽ അങ്ങനെ വിമർശനമൊക്കെ വരുന്ന സമയത്ത് എങ്ങനെയാണ് അതിനെ കൈകാര്യം ചെയ്യുന്നത്? ഇല്ല, വേണമെങ്കിൽ എനിക്ക് എതിർക്കാനൊക്കെ പറ്റും. എൻ്റെ മനസ്സിലുണ്ടാവും, അതിൻ്റെ മറുപടി ഉണ്ടാവും. പക്ഷേ ഞാനത് പറയാറില്ല. വെറുതെ പിന്നെയും അവർ പറഞ്ഞുകൊണ്ടിരിക്കും. അവർക്കിത് പറഞ്ഞുകൊണ്ടിരിക്കുക, എനിക്ക് എഴുതാൻ വേറെ പണിയുണ്ട്. എനിക്ക് മെലഡീസ് ആയിരുന്ന പാട്ടുകൾ, കുറച്ച് ക്ലാസിക് ആയിരുന്ന പാട്ടുകൾ. അപ്പോൾ അതിൽ നിന്ന് മാറിയിട്ട് കൈതപ്പുറം എന്ന് പറയുന്ന ഒരാൾ പാടെ മാറി ഒരു പാട്ട് എഴുതുന്ന സമയത്ത് നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യം ഉണ്ടായിരുന്നു. എങ്ങനെയാ അത് സ്വയം എങ്ങനെയാണ്? ഇല്ല, അത് സിറ്റുവേഷന് വേണ്ടിയാണല്ലോ എഴുതുന്നത്, അല്ലാതെ എനിക്ക് തോന്നിയിട്ട് എഴുതുന്നതല്ല. ഞാനൊരു കവി മാത്രമല്ല, പാട്ടെഴുത്തുകാരനും കൂടിയല്ലേ. എൻ്റെ കവിത കൊടുക്കലല്ല ജോലി, അവർക്ക് ആവശ്യമുള്ളത് നമ്മൾ എഴുതി കൊടുക്കലാണ്. അങ്ങനെയാണോ ലജ്ജാവതിയൊക്കെ വന്നത്? അതൊക്കെ വരുമല്ലോ, ആ സിറ്റുവേഷൻ ആവശ്യം. ആ പടം തന്നെ വിജയിച്ചത് ആ പാട്ടുകൊണ്ടാണ്. അതെ, അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് അത് ശരിയാണ് എന്നത്. അത് മാത്രമല്ല, ആ പാട്ട് അന്നത്തെ തലമുറ മാത്രമല്ല, അപ്പം ഇന്നത്തെ തലമുറ മൂളിക്കൊണ്ട് നടക്കുന്ന പാട്ട്, ചോക്ലേറ്റ് പീസ് എന്നൊക്കെ ഉള്ള പാട്ടുകളൊക്കെ ശരിക്കും അങ്ങനെയൊരു പാട്ട് നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു ആ സമയത്ത് വന്നപ്പോൾ. അത് എഴുതിയത് ഇന്ന ആളാണെന്ന് അറിയുമ്പോൾ നമുക്ക് പോലും അയ്യോ അദ്ദേഹമാണോ എഴുതിയെന്നുള്ളത് തോന്നിയിട്ടുണ്ടായിരുന്നു. ഇല്ല, എൻ്റെ ഒരു വിശുദ്ധിയൊന്നും എനിക്ക് പ്രശ്നമല്ല. സിനിമയുടെ സിറ്റുവേഷൻ ആവശ്യമാണെങ്കിൽ ഞാൻ എഴുതും. ആ പാട്ട് എഴുതിയപ്പോൾ കുറേ വിമർശനങ്ങൾ ഉണ്ടായിരുന്നോ? ഞാൻ സ്വയം വിമർശിച്ചിട്ടുള്ളൂ. എനിക്കത് വേണമെന്നൊന്നുമില്ലായിരുന്നു. ഞാനൊരു ഡമ്മി പറഞ്ഞതാണ്. പക്ഷേ ഡയറക്ടർ അത് മാറ്റാൻ സമ്മതിച്ചില്ല. പക്ഷെ അത് താങ്കളുടെ എല്ലാ പാട്ടുകളും എല്ലാ മെലഡീസും എല്ലാം ഉണ്ട്, ഞാൻ ചേർന്ന് നിന്ന് മാറും. പക്ഷെ ആദ്യകാലത്ത് അങ്ങനെ ഒരു പാട്ടിൻ്റെ ഇതില്ലായിരുന്നല്ലോ, പിന്നീടല്ലേ ഇങ്ങനെ ഒരു പാട്ടിലേക്കും കൂടെ വന്നിരുന്നത്. അതും നമ്മൾ ഒരുപക്ഷെ അന്ന് ഇങ്ങനത്തെ ഒരു അടിപൊളി അതുകൊണ്ടായിരിക്കും സ്ട്രേറ്റ് ആയിട്ടുള്ള പാട്ടുകൾ. ഇപ്പൊ ഹിസൈൻ അബ്ദുല്ല, അതിലൊന്നും ചിന്തിക്കാൻ പറ്റില്ല. ഭരതം, കമലദളം, അമരം എന്നൊക്കെ പറഞ്ഞ പടത്തിൽ നിന്ന് കിരീടം, ചെങ്കോല്, ഇതൊക്കെ എല്ലാം മെലഡീസിൻ്റെ അല്ലേ. ഓ പൂവട്ടക തട്ടിച്ചിന്നി പൂമലയിൽ പുതുമഴ ചിന്നി പൂക്കൈത കയ്യും വീശി ആമല ഈമല പൂമല കയറി ഒക്കെ എഴുതിയിട്ടുണ്ടല്ലോ. അതിലൊക്കെ അടിപൊളിയുണ്ട്, അതേസമയത്ത് ഫോക്കുണ്ട്, ഓണമുണ്ട്, എല്ലാം ഉണ്ട്. അങ്ങേ കണ്ടത്തെ തൃത്താ പെണ്ണിനൊരുമ കൊടുത്തു താൻ തോന്നിക്കാറ്റ് അല്ലേ. അത് എല്ലാ ടൈപ്പിലും ഉണ്ട്. ആദ്യത്തെ പടത്തിൽ തന്നെ ഉണ്ടായിരുന്നു. ദേവദുന്ദുബി തങ്കത്തളതാളം തെന്നി സ്ലോ ഉണ്ട്. അത് പൂവട്ടക തട്ടിച്ചിന്നി അതുകൊണ്ട് എല്ലാം വേണം നമുക്ക്. പക്ഷെ അതിനൊക്കെ ഒരു മര്യാദ വേണമെന്ന് മാത്രമേ ഉള്ളൂ. അത് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പോഴത്തെ പാട്ട് കേൾക്കുമ്പോൾ അങ്ങനെ തോന്നാറുണ്ടോ? ഒട്ടും ഇതൊക്കെ എന്ത് പാട്ടാണ് എന്നുള്ള രീതിയിലേക്ക് അവരുടേതായ ആവിഷ്കാരമാണല്ലോ. അവർ പറയട്ടെ, എന്നോട് പറഞ്ഞാൽ ഞാൻ അങ്ങനെ ചെയ്യില്ല എന്ന് പറയും. അത്ര വേണ്ട, അവർക്ക് കുട്ടികൾക്ക് എഴുതാം, എനിക്കങ്ങനെ എഴുതാൻ പറ്റില്ല, അത്രേ ഉള്ളൂ. അല്ല, ഈ അടുത്ത കാലത്ത് ഏതെങ്കിലും പാട്ട് അങ്ങനെ ശ്രദ്ധയപ്പെട്ടിട്ട് നമുക്ക് ഇത് എന്താ എഴുതി വെച്ചെന്ന് തോന്നിയിരുന്നോ? ഞാൻ പറയാറില്ല. പാവങ്ങൾ കുട്ടികൾ അവർ ചെയ്യട്ടെ, നമ്മൾ അവരെ വിമർശിക്കേണ്ട കാര്യമൊന്നുമില്ല. അവർ ചിലപ്പോൾ അവർക്ക് അത് നന്നായി മനസ്സിലായ അവർ മാറും, അങ്ങനെയാണല്ലോ.
ഇപ്പം ഞാനും അങ്ങനെയാണല്ലോ. നമ്മളെപ്പോഴും അറിവാണ്. അറിയുന്തോറും വായിക്കും തോറും എഴുതും തോറും പാടും തോറും മാറിക്കൊണ്ടേയിരിക്കും. ആ മാറ്റമാണ് നമുക്ക് വേണ്ടത്. എല്ലാ പാട്ടും കേൾക്കാറുണ്ട്. എല്ലാം എടുക്കും. ശ്രുതിയും താളവും ഉണ്ടെങ്കിൽ എല്ലാം നമ്മുടെ കാതിൽ പോകും. അതിനൊപ്പം തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ സ്വയം നവീകരിക്കുക എന്ന് പറയുന്ന ഒരു പ്രക്രിയ നടക്കുമ്പോൾ ഇതൊക്കെ കേൾക്കുന്നത് കൂടെ അതിൻ്റെ ഭാഗമാണ്. വേണം. ഞാൻ അതൊക്കെയാണ് എൻ്റെ ചുമതലയാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് വയലാറിൻ്റെയും ഭാസ്കരൻ മാഷിൻ്റെയൊക്കെ പഴയ പാട്ടുകളാണ്. ഇപ്പോൾ നഗരം നഗരം മഹാസാഗരം എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ എന്തോ ഒരു ഇടിപ്പ് നെഞ്ചിടിപ്പുണ്ട് വരും. ആണ് കുതിച്ചു പായും നഗരിയിലൊരു ചെറുകൂര ചമയ്ക്കുവതെങ്ങനെ ഞാൻ. അതൊക്കെ കേട്ടിട്ട് സങ്കടപ്പെട്ടിട്ടുള്ളതാണ് ഞാൻ. എങ്ങനെയാണ് എനിക്ക് ഒരു ചെറുകൂര ഈ ലോകത്തിലുണ്ടാവുമോ, ഒരു സ്ഥാനം, അതൊക്കെ നമുക്ക് കിട്ടുന്നു പറയുന്നത് ഒരു സന്തോഷമാണ്. നമ്മൾ ഈ പാട്ടിൽ പ്രമദവനത്തിലേക്കൊക്കെ വരുന്ന സമയത്ത് ഇപ്പം മിന്നൽവള ചോദിച്ച പോലെ നമുക്ക് ഈ വരികൾ ഒക്കെ നമ്മുടെ മനസ്സിലുണ്ടാവുന്ന ഒരു ചില സംശയങ്ങളുണ്ടല്ലോ, എന്താണ് ഈ വരി? അത് ആ കാലത്തും അങ്ങനെ ഒരു സംശയങ്ങളൊക്കെ വന്നിരുന്നു. പറയാറ് അതിപ്പോൾ ദാസേട്ടൻ തന്നെ ചോദിക്കാറ്. അദ്ദേഹം പാടുന്നതല്ലേ, മന ഇതെന്താന്ന് എന്നോട് ചോദിക്കും, സംശയമുണ്ട്. പ്രമദവനം എന്ന് പറഞ്ഞാൽ ശരിക്കും പ്രകർഷണം മതിപ്പിക്കുന്ന വനം, നമ്മളെ സന്തോഷിപ്പിക്കുന്ന വനം മാത്രമല്ല, അത് രാജസ്ത്രീകളുടെ ഉദ്യാനമാണ്, അന്തഃപുരത്തിലെ ഉദ്യാനമാണ് പ്രമദവനം. പ്രമദവനത്തിൽ വെച്ചൻ ഹൃദയാധിനാഥനൻ്റെ എന്ന് വയലാർ എഴുതിയിട്ടുണ്ട്. ചിലത് കൃത്യൊരു സ്ഥലത്ത് ആ സ്പോട്ടിൽ നമ്മൾ വെച്ച് കൊടുക്കുമ്പോഴാണ് അറിയാം. പ്രമദവനം എന്ന് പറയുമ്പോഴാണ് ആ ആക്ക് മനസ്സിലാവണം. ഇപ്പോൾ മിന്നൽ വള എന്നുള്ളത് ഞാൻ തന്നെ മിന്നൽ വള എഴുതിയിട്ടുണ്ട് മുമ്പേ. മിന്നൽ കൈ വള ചാർത്തി എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. പക്ഷേ മിന്നൽ വള എന്ന് ബോൾഡായിട്ട് ഇങ്ങനെ നമുക്ക് പറയാൻ അവസരം കിട്ടുമ്പോൾ അത് ശ്രദ്ധിക്കും ആൾക്കാർ. അങ്ങനെയാണ്. ഒരുപക്ഷെ ഓർമ്മയുണ്ടാവും എത്ര പാട്ട് നമ്മൾ എഴുതിയെന്നുള്ള കണക്കെടുക്കാൻ കുറേ എഴുതിയിട്ടുണ്ട്. ഏകദേശമൊക്കെ പറയാൻ പറ്റും. അതെ അതെ അതെ. ഞാൻ അതൊന്നും സൂക്ഷിക്കാറില്ല. ചിലരൊക്കെ വളരെ സൂക്ഷിക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പോൾ ബിച്ചോട്ടനൊക്കെ കൃത്യമായിട്ട് സ്റ്റുഡിയോയുടെ പേര് വരാനുണ്ടാവും. സ്വന്തം പാട്ടിൽ ഏതാ ഏറ്റവും ഒരു ഇഷ്ടപ്പെട്ട സ്പെഷ്യലായിട്ടുള്ള ഒരു പാട്ടായി തോന്നിയിട്ടുള്ളത്? എനിക്ക് വികാരം നോക്കുക ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ കളിവീട് ഇഷ്ടം. അങ്ങനെ പല പാട്ടുകളുണ്ട്. ചില സിറ്റുവേഷനിലാണ് പറയാതെ അറിയാതെ നീ പോയതല്ലേ, ആ പാട്ട്. അങ്ങനെ ഒരു എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വന്നാൽ പെട്ടെന്ന് നമുക്കത് ഓർമ്മ വരും. നീ കാണുമോ വിങ്ങുമെൻ ഉൾക്കടൽ അല്ലേ. നമ്മുടെ സ്വന്തം സൃഷ്ടിയാണെങ്കിൽ പോലും ചില പാട്ടൊക്കെ കേട്ട് നമ്മൾ തന്നെ കരഞ്ഞു പോയിട്ടുണ്ടാവും. പിന്നീട് സിനിമയിൽ ഉണ്ട്. അങ്ങനത്തെ ഏതൊക്കെ പാട്ട്? വികാര നോക്കിയാൽ ഇളം കൊമ്പിൽ നീ പാടാതിരുന്നെങ്കിൽ ജന്മം പാഴ്മരമായേനെ. ഏറ്റവും വലിയ ഒരർത്ഥമുള്ള വരികളാണെന്ന് എനിക്ക് തോന്നിയത്. നീ പാടിയോണ്ടാണ് എൻ്റെ ജന്മം പൂമരമായത്, അല്ലെങ്കിൽ പാഴ്മരമായിപ്പോയി തന്നെ എന്ന് പറയുന്നൊരു ഇല്ലേ, അതാണ്. അത് കൂട്ടുകാരോട് പറയാം, അമ്മയോട് പറയാം, അച്ഛനോട് പറയാം. ഇപ്പം ഈ വർഷമാണ് 25 വയസ്സ്. ഞാൻ വയസ്സിനെ പറ്റി ആലോചിക്കാറില്ല. ഞാൻ വയസ്സനല്ലാണല്ലോ. എനിക്ക് എന്തൊക്കെ ദൗർബല്യമുണ്ട് ഞാൻ ഓർക്കാറില്ല. അതതിൻ്റെ പാട്ടിന് വിടും. ഒരു ഭാഗം തടത്തിട്ട് തന്നെ പൊത്തൂലായി. ഞാനതൊന്നും നോക്കാറില്ല. ഉള്ള ഭാഗം കൊണ്ട് ജീവിക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. അത് ഞാൻ നിർഭയം ഞാൻ ചെയ്യും. ദൈവത്തിനെ പോലെ എനിക്ക് ഭയമില്ല ആ കാര്യത്തിൽ. ദൈവത്തിനെ സ്നേഹിക്കുക നമുക്ക് വേണ്ടത്. അതാണ് ഞാൻ ആലോചിക്കുന്നത്. സ്നേഹിക്കുക. മനുഷ്യൻ മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ നമ്മൾ വെച്ച് കെട്ടുന്നതാണ്. ശരിക്കും ഈ ഓണക്കാലത്ത് നമ്മൾ ഓർക്കുന്നത് അതൊക്കെ തന്നെയല്ലേ. മാവേലി നാടുവാണിയുടെ കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെയായിരുന്നു എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഓർക്കാൻ ശ്രമിക്കുന്നത്. നല്ല കാലം, നല്ല സ്നേഹം ഓർമ്മിക്കുക. അതാണ്. ഒരു 40-45 കൊല്ലമായിട്ടുണ്ടാവില്ലേ നമ്മുടെ സിനിമ? 40 കൊല്ലം തന്നെ പറയുവാണെങ്കിൽ. കല രംഗത്ത് വന്നിട്ട് 50 കൊല്ലമായി. അതിനു മുൻപ് തന്നെ നാടകമൊക്കെ പാട്ട് പഠിക്കുന്നത്, സംഗീതം പഠിക്കുന്നത്, കച്ചേരി പാടുന്നത് ഒക്കെ വെറൈറ്റി സംഭവമാണ് എൻ്റെ. പിന്നെ സിനിമയുള്ള കാലത്തും ഞാൻ നിരന്തരമായിട്ട് പ്രോഗ്രാം നടത്തുമായിരുന്നു. അപ്പോൾ സിനിമയിൽ എഴുതുന്ന സമയത്തും എനിക്ക് തന്നെ പാടാം, ഒരുപാട് പാട്ടുകൾ പാടിയിട്ടുണ്ട്. അതെല്ലാം എനിക്ക് തന്നെ പാടാമെന്ന് പറഞ്ഞ് അങ്ങനെ പാടിയിട്ടുണ്ടോ? അതോ സിനിമ എൻ്റെ അവകാശമല്ല, അത് അവർ പറഞ്ഞാൽ ഞാൻ പാടും, പാടിയിട്ടുമുണ്ട്. മ്യൂസിക് ചെയ്ത് അങ്ങനെയാണല്ലോ. മ്യൂസിക് ഡയറക്ടറാണ്, അല്ലെങ്കിൽ ദാസേട്ടൻ എന്നെക്കാൾ പാട്ടുകാരനാണ്. ഞാൻ ദാസേട്ടന് വേണ്ടി പാട്ടുണ്ടാക്കിയിട്ട് ദാസേട്ടൻ പറഞ്ഞു കൊടുക്കും, ദാസേട്ടൻ പാടും. അങ്ങനെയാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. എല്ലാ നല്ല പാട്ടുകളും ഇഷ്ടമാണ്. പക്ഷേ എനിക്ക് എൻ്റെ മനസ്സിൽ ഇങ്ങനെ പതിഞ്ഞു നിൽക്കുന്നത് ദാസേട്ടനാണ്. നമ്മുടെ പാട്ട് അദ്ദേഹം പാടുന്നതാണ് നമുക്ക് കൂടുതൽ ഇഷ്ടം. എല്ലാവരും എൻ്റെ
ആരുടെയും അവസരങ്ങളൊന്നും ഞാൻ കളയാറൊന്നുമില്ല. ഇന്നാൾ പാടി പതിയാമെന്ന് അയ്യോ അയാൾ വേണ്ട ദാസേട്ടൻ പാടണമെന്ന് ഞാൻ പറയാറില്ല. ഒരിക്കലും ആരുടെയും ചാൻസ് ഞാൻ കളയാറില്ല. ഇപ്പം ഇന്നത്തെ കാലത്തിലേക്ക് വരുമ്പോൾ നമുക്കങ്ങനെ ചോയ്സ് എത്രയോ ആൾക്കാർ പാടുന്നുണ്ട്. അല്ല നമ്മുടെ ഇഷ്ടം നമ്മൾ പറയാറുണ്ടോ അങ്ങനെ? ഇല്ല. ഈ മിന്നൽ വളയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഇല്ല, അതൊക്കെ അവർ തീരുമാനിച്ചതാണ്, ഞാൻ പറഞ്ഞിട്ടില്ല. ശ്രീമാണ് പാടിയത്, ഫീമെയിൽ വോയിസും ഉണ്ടല്ലോ, സിത്താര. അതെ, അത് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. എൻ്റെ അടുത്ത് ജോലി ചെയ്യാൻ ഞാൻ സ്ഥലപ്പെടും. അല്ല, നമ്മൾ എഴുതിയിട്ട് കൊടുത്ത പാട്ടുകൾ, സിനിമയ്ക്ക് ഉപയോഗിച്ച പാട്ടുകളുണ്ട്. ഇപ്പോൾ ഗോപികാവാസന്തം തേടി വനമാലി എന്നുള്ള പാട്ട് ഞാൻ ലോഹി എന്നോട് പറഞ്ഞിട്ടാണ് ഒരു പാട്ട് നിങ്ങൾ പാടും വെറുതെ, നിങ്ങൾ എഴുതിയ പാട്ട് ഏതാണ്? ഞാൻ പറഞ്ഞു ഗോപിക എന്ന് വേറൊരു രാഗത്തിലാണ് പാടിയത്. വസന്തം തേടി വനമാലി എന്ന് പാടിയപ്പോൾ ഇതാണ് നമ്മുടെ സബ്ജക്റ്റ്, ഇതാണ് നമ്മുടെ കഥ തന്നെ അതിലുണ്ടായത്. എന്നോട് കഥയായി ചെയ്തു പറഞ്ഞു, നമുക്ക് ഇന്ന് വൈകുന്നേരം പോകാമെന്ന് പറഞ്ഞു. വൈകുന്നേരം ഞങ്ങൾ ഒരുമിച്ച് മദ്രാസ് പോവാണ്. പിറ്റേ ദിവസം അവർക്ക് കമ്പോസിങ് കൊടുക്കുക. അങ്ങനെ കാരണമായിട്ടുണ്ട് ഒരു പാട്ട്, നേരത്തെ എഴുതിയ പാട്ടാണ്. ഏത് പാട്ടാണ് എപ്പോഴും മൂളി നടക്കാറ്? ഞാൻ എങ്ങനെ ഞാൻ ഉറക്കേണ്ടു, എങ്ങനെ നിന്നെ ഉറക്കേണ്ടത്, എങ്ങനെയാണ് ഉണർത്തേണ്ടത് എനിക്കറിയില്ല. കാരണം നീ എൻ്റെ ഉള്ളിലാണ്. എല്ലാ മനുഷ്യരെയും ഞാൻ കാണുന്നത് അങ്ങനെയാണ്. എല്ലാവരും എൻ്റെ ഉള്ളിലാണ്, എൻ്റെ ഹൃദയത്തിലാണ്. ആ പാട്ട് എഴുതുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ ഇപ്പം എല്ലാ മനുഷ്യരും വന്നു, എന്നിരുന്നാൽ പോലും ആരെങ്കിലും ഉണ്ടായിരുന്നു നമ്മുടെ മനസ്സിൽ? ഇപ്പം നമ്മൾ കുഞ്ഞുങ്ങളെ കുറക്കുന്ന പോലെ? കുഞ്ഞുങ്ങൾ തന്നെ, കുഞ്ഞുണ്ടായിരുന്നു. കാരണം താലാട്ടം പാടില്ല, കാരണം പറ്റില്ല, നീ എൻ്റെ ഉള്ളിലാണ് മോനെ എന്ന് പറയുന്നില്ല. കൃഷ്ണനോട് പറയുന്നതായാലും കുഞ്ഞിനോട് പറയുന്നതായാലും എല്ലാം ഒന്നാണ് ഞാൻ പറയുന്നത്. അങ്ങനെയാണ്. സ്നേഹം കൊണ്ടൊരു തോണിയുണ്ടാക്ക് കാലത്തിനറ്റത്തു പോകാൻ പറ്റുന്ന ഈക്കലൊക്കെ ഞാനത് എഴുതും. ഒരു താരാട്ടിലാണ് അത് എഴുതിയിരിക്കുന്നത്. എൻ്റെ സ്വപ്നം അതാണ്, സ്നേഹം കൊണ്ടുള്ളൊരു തോണിയിലാണ് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റുക. അതാണ് എൻ്റെ സ്വപ്നം. ഇപ്പോഴും ആ സ്വപ്നമാണ്? തീർച്ചയായിട്ടും, സ്വപ്നങ്ങൾക്കൊന്നും വ്യത്യാസമില്ല. പക്ഷെ നമ്മൾ ഒരു കാലത്ത് നമ്മൾ അങ്ങനെ ഒരു തോണിയിൽ യാത്ര ചെയ്തിട്ട് പിന്നെ ഇപ്പോൾ നമുക്ക് അങ്ങനെ ഒരു തോണി യാത്ര അസാധ്യമാവുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് അല്ലേ? ഒരു സ്നേഹം കൊണ്ടൊരു കാലത്തിന് അടുത്തേക്ക് പോകണമെങ്കിൽ നല്ല അതിലേ പറ്റുള്ളൂ. മറ്റേതെല്ലാം നമുക്ക് എന്ത് തോണി എടുക്കാം, പക്ഷേ സ്നേഹം വേണം. സ്നേഹം കൊണ്ടുള്ള തോണി കൊണ്ട് മാത്രമേ കാലത്തിന് അതിജീവിക്കാൻ പറ്റുള്ളൂ. അതാണ് പറഞ്ഞത്. ഇപ്പോൾ കവി, ഗാനരചയിതാവ്, എല്ലാം ഗായകൻ, അഭിനേതാവ്, എല്ലാ മേഖലയിലും കൈവച്ചിട്ടുണ്ട് സിനിമയിൽ. അഭിനയം ഒരു കലയായി എടുക്കണം. സിനിമയിൽ മാത്രമല്ല, ഞാനിപ്പോൾ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട് പടം. ഡയറക്റ്റ് ചെയ്തു. അതെ, അതിപ്പോൾ വരാൻ പോവാ. എല്ലാ പണിയും ഞാൻ ചെയ്യും. കാരണം ഒരു വറ്റ് അമ്മയ്ക്ക് അങ്ങനെയാണല്ലോ, ഒരു പാത്രത്തിൽ ഒരു വറ്റ് നോക്കിയാൽ എല്ലാ വറ്റും വന്നിട്ടുണ്ടെന്ന് പറയാം, മനസ്സിലാവും. അതുപോലെയാണ് ഒരു കലയിൽ ഒരെണ്ണം മതി, ഒരെണ്ണം നോക്കിയാൽ ബാക്കിയെല്ലാം ഉണ്ടോ. അല്ല, അങ്ങനെ വീണ്ടും സിനിമയിൽ അഭിനയിക്കണം എന്നുള്ളത് അങ്ങനെ ഒരു ആഗ്രഹമായിട്ട് വന്നതാണ്? ഇപ്പോൾ ആവശ്യപ്പെടുന്നുണ്ട്. എനിക്ക് ഈ പകുതി ശരീരം കൊണ്ട് അഭിനയിക്കാൻ താല്പര്യമില്ല. അന്നൊക്കെ വന്നത് എങ്ങനെയാ? സ്വന്തം ഇഷ്ടപ്രകാരം എന്നെ ആവശ്യപ്പെട്ടത് സ്വന്തം ഇഷ്ടപ്പെടുന്ന അഭിനയിച്ചിട്ടേ ഇല്ല. ലോഹിയൊക്കെയാണ് അതിൻ്റെ കാരണക്കാരൻ അഭിനയിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ആ സിനിമയൊക്കെ അങ്ങനത്തെ പാട്ടുകളാണല്ലോ. അതെ, അതുകൊണ്ട് അങ്ങനെ ചെയ്തതാ. ഇപ്പം ഞാൻ പ്രകാശ് ഉള്ളിരി ചെയ്യുന്ന ഒരു മ്യൂസിക് ചെയ്യുന്ന ഒരു പടം ചെയ്തു. ചെറിയ പാട്ട്, പഴയ ടൈപ്പിലുള്ള പാട്ടാണ്, ക്ലാസിക്കൽ സെമി ക്ലാസിക്കൽ പാട്ടാണ്. അതും എനിക്കിഷ്ടമാണ്, അത് ചെയ്യാൻ പറ്റും, ചെയ്യണം. ആ ടേസ്റ്റും കാണണ്ടേ കുട്ടികൾക്ക്. ഇപ്പോൾ പുതിയ പാട്ടുകൾ ഇനിയിപ്പോൾ ഏതൊക്കെ സിനിമകൾ വരാനുണ്ട്? ഞാനിപ്പം ചെയ്യാൻ പോവാ, ഇന്ന് രാത്രി തന്നെ ചെയ്യാൻ പോവാ. ഇപ്പോൾ നമ്മൾ വരുന്ന സമയത്ത് സംസാരിച്ചെന്ന് തോന്നുന്നു, എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതെ, എഴുതിക്കൊണ്ടിരിക്കുക. അത് ശരിക്കും ഒരു ഡിസ്റ്റർബൻസ് ആവാറുണ്ടോ ഇങ്ങനെ എഴുതുന്നതിൻ്റെ ഇടയ്ക്ക്? ഞാൻ എൻ്റെതായ ഒരു കൂടുണ്ടാക്കും, ഞാൻ അവിടെ കുത്തിരിക്കും, എഴുതാൻ തരും. ഇപ്പോഴും എനിക്ക് എഴുതാം, ഇവിടുന്ന് എഴുതാം. നിങ്ങൾ ഈ ക്യാമറ ചെയ്തൊന്നും എനിക്ക് പ്രശ്നം തരുന്നത്. ആൾക്കാരൊക്കെ ഞാൻ മറക്കും, എൻ്റെ വീട്ടിൽ നിന്ന് എഴുതും. ഒറ്റ മണി ഞാൻ പറഞ്ഞാൽ ഞാനപ്പോൾ എഴുതുന്നുള്ളൂ. എനിക്ക് ടൈമില്ല. ഇപ്പോൾ രാവിലെയാണ് ഉത്സാഹം, രാവിലെ തുടങ്ങിയാൽ പിന്നെ ബാക്കിയൊക്കെ പൂർത്തിയാക്കുന്നത് പിന്നെയാണ്. അങ്ങനെ മകൻ ദീപാങ്കുരൻ സിനിമയിലേക്ക് വന്നു, അപ്പം അച്ഛനെ കണ്ടായിരിക്കും വളർന്നിട്ടുണ്ടാവുക. അവൻ്റെ ആദ്യത്തെ സിനിമ ഞാനായിട്ട് വർക്ക് ചെയ്തത്. അതെ. ഇപ്പം ലാസ്റ്റ് വന്ന പടം അവനായിട്ട് വർക്ക് ചെയ്തതാണ്, മറ്റേ ഞങ്ങൾ വർക്ക് ചെയ്തതാണ്, ജയരാജൻ്റെ ഒരു പടം. പക്ഷേ ഞാനൊന്നും നിർബന്ധിക്കാറില്ല, കമ്പലിക്കാറില്ല. അവർ ഏത് വഴിക്ക് ഇപ്പം രണ്ടാമത്തെ അവൻ പാടുമായിരുന്നു, പക്ഷെ അവൻ ഡോക്ടറായിട്ടാണ് പോയത്. ഓക്കെ. പിന്നെ എൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് മ്യൂസിക് തെറാപ്പിയാണ്, സംഗീത സാന്ത്വനമാണ്. അതിന് ഒരു ഡോക്ടറും ആവശ്യമാണ്, മ്യൂസിഷ്യനും ആവശ്യമാണ്. ഞാൻ അവരെ ഉപയോഗിക്കും അതിനുവേണ്ടി. നമുക്കൊരു പാട്ടും കൂടെ, ഒരു നാടൻ പാട്ടായിക്കോട്ടെ.
ആലായാൽ തറ വേണം, അടുത്തൊരമ്പലം വേണം, ആലിന്നു ചേർന്നൊരു കുളവും വേണം. പക്ഷെ എനിക്ക് അമ്പലം വേണമെന്നൊന്നുമില്ല, പള്ളിയായാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല. അല്ല, അതിന് പ്രത്യേകിച്ച് ഒരു ഈശ്വരീയത വേണമെന്ന് അത്രേ ഉള്ളൂ. അമ്പലം എന്ന് പറഞ്ഞാൽ വിശുദ്ധമായ ഒരു സ്ഥലം എന്നേ ഉദ്ദേശിച്ചുള്ളൂ. കുളിപ്പാന കുളം വേണം, കുളത്തിൽ ചെന്താമര വേണം, കുളിച്ചു ചെന്നകം പൂകാൻ ചന്ദനം വേണം, ആലായാൽ തറ വേണം, അടുത്തൊരമ്പലം വേണം.